മലയാള സിനിമാ വ്യവസായം വൻ പ്രതിസന്ധിയിൽ എന്ന നിർമ്മാതാക്കൾ ഈ വർഷം മാത്രമുണ്ടായത് 700 കോടിയുടെ നഷ്ടമാണ്. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറാകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആവർത്തിച്ചു. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത് എന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന വ്യക്തമാക്കിയത്. 2024 ജനുവരി മുതൽ ഡിസംബർ വരെ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തത് 199 ചിത്രങ്ങൾ. റീമാസ്റ്റർ ചെയ്ത് റിലീസ് ചെയ്ത പഴയകാല ചിത്രങ്ങൾ 5. സൂപ്പർ ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നീ നിലകളിൽ പ്രകടനം കാഴ്ചവെച്ചത് വെറും 26 സിനിമകൾ. ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്നും നിർമ്മാതാക്കളുടെ സംഘടന വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. 24 വർഷങ്ങൾക്ക് ശേഷം റീ റിലീസ് ചെയ്ത ദേവദൂതൻ ഭേദപ്പെട്ട കളക്ഷൻ നേടി. 26 ചിത്രങ്ങളിൽ നിന്ന് 300 മുതൽ 350 കോടി രൂപയുടെ ലാഭം ലഭിച്ചപ്പോൾ ബാക്കിയുള്ള ചിത്രങ്ങളിൽ നിന്ന് 700 കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് വിലയിരുത്തൽ. നിലവിലെ സാഹചര്യത്തിൽ അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാൻ തയ്യാറായേ മതിയാവൂ എന്നാണ് സംഘടന ആവർത്തിക്കുന്നത്. സിനിമകളുടെ നിർമ്മാണ ചെലവ് ചുരുക്കേണ്ട സാഹചര്യമാണ് മുന്നിലുള്ളത്. പ്രതിഫലത്തിൽ അഭിനേതാക്കൾ കുറവ് വരുത്തുന്നില്ല എന്ന് മാത്രമല്ല, പ്രതിഫലം കൂട്ടുകയാണ് പലരും ചെയ്യുന്നതെന്നും നിർമ്മാതാക്കൾ വിമർശിക്കുന്നു. പുതുവർഷത്തിൽ കൂടുതൽ സാമ്പത്തിക അച്ചടക്കവും നേട്ടവും സിനിമാ വ്യവസായത്തിനുണ്ടാകാൻ എല്ലാവരും നിർമ്മാതാക്കളോട് സഹകരിച്ച് മുന്നോട്ടു പോകണമെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ വ്യക്തമാക്കുന്നു. 24 കൊച്ചി.